കുട്ടിക്കാലം മുതൽ ഓരോരോ വ്യക്തികൾ, ഞാനടക്കം വരുന്ന ഈ ലോകത്തെ ഓരോരോ മനുഷ്യരും ഓരോരോ ദിവസം ചെല്ലുന്തോറും മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് മരണം വരെ അത് തുടരും. നമ്മൾ ജനിച്ച നാളത്തെ ഒരു കുട്ടിയല്ല ഒരു കൊല്ലം കഴിഞ്ഞുണ്ടാവുന്ന കുട്ടി. ഒരു കൊല്ലം കഴിഞ്ഞുണ്ടാവുന്ന ഒരു കുട്ടിയല്ല അടുത്ത കൊല്ലം ഉണ്ടാവുന്ന അതേ കുട്ടി. പിന്നീട് ആ കുട്ടി ടീനേജ് പ്രായത്തിലെത്തുമ്പോൾ ആ കുട്ടിക്കാലത്തെ സ്വഭാവമല്ല കാണിക്കുക. അത് കഴിഞ്ഞ് ആ ടീനേജ് കഴിഞ്ഞ് ഒരു യുവാവ് യുവതി എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ട്. അതിലും ആ വ്യക്തി ഓരോരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞൊരു മിഡിൽ ഏജ് പ്രായത്തിൽ ആ മിഡിൽ ഏജ് പ്രായം ആയാലും ഓരോരോ വ്യക്തികൾ മാറ്റം വരും. അത് കഴിഞ്ഞ് വാർദ്ധക്യം, മരണം, ആ മരണം വരെ ഓരോ വ്യക്തികൾക്കും മാറ്റങ്ങളുണ്ട്. ഈ മാറ്റം സ്വയം അംഗീകരിക്കാനും മറ്റുള്ളവരും അംഗീകരിക്കാൻ തയ്യാറാവണം. ഇന്നലെ കണ്ട സുഖത്തിനല്ല ഇന്നത്തെ സുഖത എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് ഓരോരോ മനുഷ്യർക്കുണ്ടാവും. എന്നാൽ ഞാൻ അടക്കം ഓരോരോ മനുഷ്യരിലും വന്ന മാറ്റം നമുക്ക് മനസ്സിലാവുള്ളൂ. ആ മനസ്സിലായാൽ മാത്രമേ ആ വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്തിടപഴകാൻ പറ്റൂ. ഒരു വ്യക്തിയുമായിട്ട് അടുത്തിടപഴകാതെ ആ വ്യക്തിയുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ നമുക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാൻ പറ്റുക. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് ഗുണങ്ങളുണ്ടായിരിക്കും, ദോഷങ്ങളുണ്ടാവും. അത് എല്ലാവരും ദോഷങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ചൊക്കെ ആ വ്യക്തിയിലുള്ള ഗുണങ്ങളിലേക്ക് നോക്കാൻ ഓരോരോ മനുഷ്യരും തയ്യാറായാൽ തന്നെ നമ്മുടെ വീടുകളിലും നമ്മുടെ നാട്ടിലും അയൽപ്പക്കത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും സ്നേഹം പുലരാൻ തുടങ്ങും. സ്നേഹമാണ് അഖില സാരമൊഴിയിലെന്ന് വെറുതെ പറഞ്ഞതല്ല. സ്നേഹം ഉണ്ടായാൽ ഒരു മനുഷ്യന് എല്ലാം ഉണ്ടാവുമെന്നാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം ഒരു രാജാവിന് പ്രജകളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് രാജാവാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു മെമ്പർക്ക് ആ മെമ്പറുടെ വാർഡിലെ ജനങ്ങളോട് സ്നേഹമില്ലെങ്കിൽ അവിടെ ആ മെമ്പർ ഇല്ല എന്നാണ് അർത്ഥം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചെയർമാനായാലും പ്രസിഡൻ്റായാലും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ജനങ്ങളെ സ്നേഹിക്കാൻ അറിയുന്നവൻ മാത്രമേ ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി പ്രസിഡൻ്റാവുള്ളൂ. ഇതുതന്നെ കോർപ്പറേഷൻ മേയറും, ഇതുതന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയും MLA-മാരും മന്ത്രിമാരൊക്കെ. ഇതുതന്നെയാണ് പാർലമെൻറ്റിലേക്ക് കടന്നാൽ പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാരും, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ ഇന്ത്യൻ പ്രസിഡൻ്റൊക്കെ. അപ്പോൾ ജനങ്ങളോടുള്ള സ്നേഹവും കമ്മിറ്റ്മെൻറ്റ്, ബഹുമാനം, സേവന മനോഭാവം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഭരണാധികാരി അവിടെ ജനിക്കുന്നുള്ളൂ, രൂപാന്തരപ്പെട്ട് വരുന്നുള്ളൂ. താങ്ക്സ് സുഗതൻ. ഇനിയും വരാം കേട്ടോ.